കഴിഞ്ഞ വർഷത്തെ നോമ്പ് 1 മുതൽ 8 വരെ തുടർച്ചയായ യാത്ര തന്നെയായിരുന്നു. ഇന്തോനേഷ്യയിലെ എയർപോർട്ടിൽ കുറേ സമയം ചെലവഴിക്കേണ്ടി വന്നപ്പോൾ ഒരു കംബോഡിയക്കാരനുമായി പരിചയപ്പെട്ടു. എന്നെക്കാൾ 3 ഇരട്ടി ശരീര വലിപ്പവും ആരോഗ്യവുമുള്ള അയാൾ വളരെ ഹൃദ്യമായി പെരുമാറിയത് മറക്കാനാവാത്ത അനുഭവമാണ്. ഹാർഡ്നെസ്സും നീറ്റ്നെസ്സും ഒപ്പം സംസാരത്തിലെ ക്ലാരിറ്റിയും കൂടി ആയപ്പോൾ ഇത്രയും മനോഹരമായി ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാമെന്ന് ഞാൻ അനുഭവിച്ചറിയുകയായിരുന്നു. ഏതു ഭാഷയായാലും സംസാരിക്കുന്നവരുടെ മനസ്സിൻ്റെ സൗന്ദര്യം ആ ഭാഷയിലും നേലിച്ച് കാണാൻ സാധിക്കും. ചൂളയിൽ ചുട്ടെടുത്തതുപോലെ തീക്ഷ്ണമായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വളർന്നു വരുന്ന നാടാണ് കംബോഡിയ. കമ്മ്യൂണിസത്തിൻ്റെ പിന്തിരിപ്പൻ ചിന്താഗതിയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ഏകാധിപതി നശിപ്പിച്ച രാജ്യമാണ് കംബോഡിയ. ലോകത്ത് തുല്യതയില്ലാത്ത വിധം മനുഷ്യക്കുരുതി കണ്ട് വിറങ്ങലിച്ചു പോയ നാടാണിത്. രോഗവും പട്ടിണിയും കൊടിയ പീഡനവും മൂലം മരണപ്പെട്ടവരിൽ മുസ്ലിമും ബുദ്ധനും മറ്റിതര മതക്കാരും എന്തിനേറെ തീവ്ര കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാർ വരെ ഉൾപ്പെടുന്നു. തായ്ലൻഡ്, ലാവോസ്, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ദക്ഷിണ കിഴക്കൻ ഏഷ്യയിലെ വളരെ പഴക്കം ചെന്ന സംസ്കാര പാരമ്പര്യമുള്ള ഒരു രാജ്യമാണിത്. 9-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ നിലനിന്ന ഖ്മർ എംപയർ വളരെ ശക്തമായ ഒരു സാമ്രാജ്യമായിരുന്നു. ബുദ്ധിസമാണ് പ്രധാന മതം. ക്ഷേത്രശില്പകല, ഖ്മർ ഭക്ഷണശൈലി എന്നിവ പ്രശസ്തമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്ര സമുച്ചയം ഇവിടെയാണുള്ളത്. 1975 മുതൽ 79 വരെ ഖ്മർ റൂജ് എന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം രാജ്യത്തെ നിയന്ത്രിച്ചു. ഈ കാലഘട്ടം കില്ലിംഗ് ഫീൽഡ്സ് എന്ന പേരിൽ കുപ്രസിദ്ധമാണ്. ഇക്കാലഘട്ടത്തിലെ ഭരണാധികാരിയായിരുന്ന പോൾപോട്ട് നടത്തിയ കൂട്ടക്കൊലകളെ സൂചിപ്പിക്കുന്ന പേരാണിത്. കഠിന കമ്മ്യൂണിസ്റ്റ് ആശയം നടപ്പിലാക്കാൻ പോൾപോട്ട് ഒരു ശുദ്ധ കർഷക സമൂഹം, അഗ്രേറിയൻ സൊസൈറ്റി സൃഷ്ടിക്കാനായിരുന്നു ശ്രമിച്ചത്. നഗരങ്ങൾ ഒഴിപ്പിച്ചു. പണം, സ്വകാര്യ സ്വത്ത്, സ്കൂൾ, മതം എന്നിവ നിരോധിച്ചു. ബുദ്ധിജീവികൾ, അധ്യാപകർ, ഡോക്ടർമാർ, മതനേതാക്കൾ, സർക്കാർ ഉദ്യോഗസ്ഥർ ഇവരെല്ലാം വിപ്ലവ വിരുദ്ധരാണെന്ന് ആരോപിച്ച് കൊലപ്പെടുത്തി കളഞ്ഞു. കണ്ണട ധരിച്ചാൽ പോലും വിദ്യാഭ്യാസമുള്ളവനെന്ന് സംശയിച്ച് ആളുകളെ പിടിച്ചുകൊണ്ടുപോകുമായിരുന്നു. പൂർണ്ണ നിയന്ത്രണം സ്ഥാപിക്കാൻ ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ വലിയൊരു ശതമാനം കൊല്ലപ്പെട്ടു. പലരെയും പീഡിപ്പിച്ച ശേഷം ഗ്രാമപ്രദേശങ്ങളിലെ വയലുകളിൽ കൊണ്ടുപോയി കൂട്ടത്തോടെ കൊന്നുകളഞ്ഞു. വിശ്വാസകർമ്മങ്ങൾക്കും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കുമാണ് ഭരണകൂടം പ്രധാനമായും എതിരു നിന്നത്. ജനസംഖ്യയുടെ 4-5% മാത്രമുണ്ടായിരുന്ന മുസ്ലിങ്ങൾ വിശ്വാസപരമായി തീവ്രമായ നിലപാടുള്ളവരായിരുന്നു. ചാം വിഭാഗക്കാരായ സുന്നികളായ ഇവർ ചാം മുസ്ലിങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഗ്രാമപ്രദേശങ്ങളിലും നദീതീരങ്ങളിലുമായി താമസിച്ചിരുന്ന ഇവർക്ക് പഴയ ചമ്പ സാമ്രാജ്യവുമായി ബന്ധമുണ്ട്. കാലക്രമേണ അവർ കംബോഡിയയിൽ കുടിയേറി. ഖ്മർ റൂജ് ഭരണത്തിൽ ചാം മുസ്ലിങ്ങൾക്ക് വലിയ പീഡനങ്ങൾ നേരിടേണ്ടി വന്നു. മതാചാരങ്ങൾ നിരോധിച്ചു, പള്ളികൾ നശിപ്പിച്ചു, പലരും കൊല്ലപ്പെട്ടു. പലരും നിസ്കാരം, നോമ്പ് തുടങ്ങിയ ആരാധനകൾ രഹസ്യമായി നിർവഹിച്ചു. ഖുർആൻ പകർപ്പുകൾ മറച്ചുവെച്ചു. തിരിച്ചറിയപ്പെടാതിരിക്കാൻ പേരുകളും വസ്ത്രധാരണ രീതികളും വരെ മാറ്റി. ഒന്നിച്ചു കഴിയുന്ന കുടുംബങ്ങളെ പല ലേബർ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ച് കുടുംബങ്ങളെ വേർതിരിച്ചു. പലരും പിന്നീട് ഒന്നിച്ചില്ല. മറ്റു ചിലർ വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് തമ്മിൽ കണ്ടുമുട്ടിയത്. വിശുദ്ധ ഖുർആൻ കത്തിക്കുകയും പള്ളികൾ അടച്ചുപൂട്ടുകയും ചെയ്തു. ചാം സമൂഹത്തെ ഖ്മർ സംസ്കാരത്തിലേക്ക് ബലമായി ലയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. മതവും ഭാഷയുമൊക്കെ ഉപേക്ഷിക്കാൻ നിർബന്ധിച്ചു. 1975 കോഹ്ഫാൽ ഗ്രാമത്തിൽ കൂട്ടക്കൊല നടത്തി. ചാം ഗ്രാമങ്ങളിൽ പ്രതിഷേധമുയർന്നപ്പോൾ ശക്തമായ നിലയിൽ അടിച്ചമർത്തുകയും ചെയ്തു. അനേകം ഗ്രാമവാസികൾ കൊല്ലപ്പെട്ടു. ചാം, ചാനാങ് മേഖലകളിലായിരുന്നു ഇത്. ചാം സമൂഹം കൂട്ടമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു. ചെറിയ കുഞ്ഞുങ്ങളോട് പോലും കരുണ കാണിച്ചില്ല. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഈ തടങ്കൽ പാളയങ്ങളിൽ നിന്ന് രക്ഷ നേടി തിരിച്ചു വന്നത്. 1979 ജനുവരിയിൽ വിയറ്റ്നാം കംബോഡിയയിലെ പ്രധാന നഗരിയായ നോംബൻ കീഴടക്കി. അതോടെ ഖ്മർ റൂജ് ഭരണകൂടം പൂർണ്ണമായും തകർന്നു. എങ്കിലും വർഷങ്ങളോളം അവർ അതിർത്തി പ്രദേശങ്ങളിൽ ഗറില്ല യുദ്ധം തുടർന്നു. കൊടും ക്രൂരനായ പോൾപോട്ട് കാട്ടുപ്രദേശങ്ങളിലേക്ക് ഒളിച്ചോടി. 1997 സ്വന്തം സംഘത്തിനകത്ത് തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1998 വീട്ടുതടങ്കലിൽ കഴിയുമ്പോൾ അയാൾ മരണപ്പെട്ടു. 2000-ന്റെ തുടക്കത്തിൽ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയോടുകൂടി എക്സ്ട്രാ ഓർഡിനറി ചേംബേഴ്സ് ഇൻ ദി കോർട്ട് ഓഫ് കംബോഡിയ ECCC എന്ന പ്രത്യേക കോടതി രൂപീകരിച്ചു. അന്താരാഷ്ട്ര വിചാരണ നടത്തി. ചാം മുസ്ലിങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ചിലർ കോടതികളിൽ സാക്ഷി പറഞ്ഞു. ഖ്മർ നേതാക്കളിൽ പലരും കുറ്റക്കാരാണെന്ന് വിധിക്കുകയും ചെയ്തു. കംബോഡിയ പതിയെ പുനർനിർമ്മാണം ആരംഭിച്ചു. രക്തം മണക്കുന്ന പല കേന്ദ്രങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി രൂപാന്തരപ്പെട്ടു. കൂട്ടക്കൊലക്കിരയായവർക്ക് വേണ്ടി സ്മാരകങ്ങൾ ഉയർന്നു വന്നു. കംബോഡിയയിൽ മതസ്വാതന്ത്ര്യം നിലവിലുണ്ട്. മുസ്ലിം സമൂഹം വിദ്യാഭ്യാസ, വ്യാപാര മേഖലകളിൽ സജീവമാണ്. ചാം മുസ്ലിങ്ങൾ പള്ളികൾ പുനർനിർമ്മിച്ചു, പ്രവർത്തന സജ്ജമായി. സാമൂഹിക സംഘടനാ പ്രവർത്തനങ്ങളും മതവിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും നടക്കുന്നു. സംഭവം മറന്നുപോകാതിരിക്കാൻ പലരും അവരുടെ കുടുംബചരിത്രം പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നു. നമ്മുടെയൊക്കെ ജീവിതകാല പരിസരങ്ങളിൽ തന്നെ ഒട്ടനവധി പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന മനുഷ്യജീവികൾ നമുക്ക് ചുറ്റുമുണ്ടെന്നത് നാം വിസ്മരിക്കരുത്. ഭൂവാസികൾക്കെല്ലാം സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ഫൈസൽ വടപുറം.